ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 13. ഉടമ്പടിയുടെ പേടകം. ഓബദ് എദോമിൻ്റെ വീട്ടിൽ. ദാവീദ് എല്ലാ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആലോചന നടത്തി. അതിനുശേഷം അവൻ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവിന് ഹിതകരമെങ്കിൽ ഇസ്രായേൽ വംശത്തിലെങ്ങുമുള്ള നമ്മുടെ സഹോദരന്മാരെയും മേച്ചിൽപ്പുറങ്ങളോടുകൂടിയ നഗരങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരെയും ആളയച്ചു വരുത്താം. നമ്മുടെ ദൈവത്തിൻ്റെ പേടകം വീണ്ടും നമുക്ക് നമ്മുടെ അടുക്കൽ കൊണ്ടുവരാം. സാവോളിൻ്റെ കാലത്ത് നാം അതിനെ അവഗണിച്ചു കളഞ്ഞു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ പേടകം കിരിയാത്ത് യെയാറിമിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഈജിപ്തിലെ ഷീഹോർ മുതൽ ഹമാത്തിലേക്കുള്ള വഴിവരെയുള്ള ഇസ്രായേലരെ ദാവീദ് വിളിച്ചുകൂട്ടി. കെരൂബുകളുടെ മധ്യ വസിക്കുന്ന കർത്താവിൻ്റെ നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് ദാവീദും ഇസ്രായേലരും യൂദായിലെ കിരിയാത്ത് യെയാറിമിൽ ബാലായിൽ ചെന്നു. അവർ ദൈവത്തിൻ്റെ പേടകം അബിനാദാബിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. ഉസായും അഹ്യോവും വണ്ടി തെളിച്ചു. ദാവീദും എല്ലാ ഇസ്രായേലരും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടും കൂടെ ദൈവസന്നിധിയിൽ ആർത്തുപാടി. അവർ കീദോൻ കളത്തിലെത്തിയപ്പോൾ കാളയുടെ കാലിടറി. പേടകം താങ്ങാൻ ഉസ്സ കൈനീട്ടി. കർത്താവിൻ്റെ കോപം അവനെതിരെ ജ്വലിച്ചു. പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടുന്ന് അവനെ വധിച്ചു. അവിടെ ദൈവത്തിൻ്റെ മുൻപിൽ അവൻ മരിച്ചു വീണു. ഉസായെ കർത്താവ് ശിക്ഷിച്ചതിനാൽ ദാവീദ് കുപിതനായി. ആ സ്ഥലം പേരസ് ഉസ്സ എന്ന് അറിയപ്പെടുന്നു. അന്ന് ദാവീദിന് ദൈവത്തോട് ഭയം തോന്നി. അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പേടകം എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ എനിക്കെങ്ങനെ കഴിയും? അതുകൊണ്ട് പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നില്ല. അത് ഹിത്യനായ ഓബദ് എദോമിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിൻ്റെ പേടകം 3 മാസം അവിടെയായിരുന്നു. കർത്താവ് ഓബദ് എദോമിൻ്റെ കുടുംബത്തെയും അവനുണ്ടായിരുന്ന സകലതിനെയും അനുഗ്രഹിച്ചു. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 14. ദാവീദിൻ്റെ വിജയം. ടയറിലെ രാജാവായ ഹീരാം ദാവീദിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. കൊട്ടാരം പണിയാൻ വേണ്ട ദേവദാരുവും അവൻ കൊടുത്തു. കൂടെ കൽപ്പണിക്കാരെയും മരപ്പണിക്കാരെയും അയച്ചു. കർത്താവ് ഇസ്രായേലിൻ്റെ രാജ്യത്വം സുസ്ഥിരമായി തനിക്ക് നൽകിയെന്നും ഇസ്രായേലിന് വേണ്ടി രാജ്യം ഐശ്വര്യപൂർണമാക്കിയെന്നും ദാവീദ് മനസ്സിലാക്കി. ജെറുസലേമിൽ വെച്ച് ദാവീദ് വീണ്ടും ഭാര്യമാരെ സ്വീകരിച്ചു. അവന് പിന്നെയും പുത്രിപുത്രന്മാരുണ്ടായി. ജെറുസലേമിൽ വെച്ച് ദാവീദിന് ജനിച്ചവർ ഷമുവ, ഷൊബാബ്, നാദാൻ, സോളമൻ, ഇബ്ഹാർ, എലീഷുവ, എൽപെലേത്ത്, നോഗ, നേഫഗ്, യഹയ്യ, എലീഷാമ, ബേലിയാദ, എലീഫലത്ത്. ദാവീദിനെ ഇസ്രായേലിൽ രാജാവായി അഭിഷേകം ചെയ്തതറിഞ്ഞ് ഫിലിസ്ത്യർ അവനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഇത് കേട്ട് ദാവീദും യുദ്ധത്തിനിറങ്ങി. ഫിലിസ്ത്യർ റഫായിം താഴ്വര ആക്രമിച്ചു. ദാവീദ് ദൈവത്തോട് ആരാഞ്ഞു, ഫിലിസ്ത്യർക്കെതിരെ ഞാൻ പോകണമോ? അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? കർത്താവ് അരുളിച്ചെയ്ത്, പോവുക, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ബാക്പെരാമസിൽ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. അവൻ പറഞ്ഞു, വെള്ളപ്പാച്ചിലിൽ ചിറയെന്ന പോലെ ശത്രുനിരയെ ഭേദിക്കാൻ ദൈവം എനിക്കിടയാക്കി. അതിനാൽ ആ സ്ഥലത്തിന് ബാൽപെരാസ്യം എന്ന് പേരുണ്ടായി. അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ ഉപേക്ഷിച്ചു പോയി. ദാവീദിൻ്റെ കൽപ്പനയനുസരിച്ച് അവയെ ചുട്ടുകളഞ്ഞു. ഫിലിസ്ത്യർ വീണ്ടും താഴ്വര ആക്രമിച്ചു. ദാവീദ് വീണ്ടും ദൈവത്തോട് ആരാഞ്ഞു. ദൈവം അരുളി ചെയ്തു, പിന്തുടരാതെ അവരെ വളഞ്ഞ് ബാൽസാ മരങ്ങളുടെ സമീപത്ത് വെച്ച് ആക്രമിക്കുക. ബാൽസാ മരങ്ങളുടെ മുകളിലൂടെ പടനീക്കത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ യുദ്ധം ആരംഭിക്കുക. ഫിലിസ്ത്യ സൈന്യത്തെ നശിപ്പിക്കാൻ ദൈവം നിനക്ക് മുൻപേ പോയിരിക്കുന്നു. ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗിബയോൻ മുതൽ ഗേസർ വരെ ഫിലിസ്ത്യരെ അവൻ വധിച്ചു. ദാവീദിൻ്റെ കീർത്തി എല്ലാ ദേശങ്ങളിലും പരന്നു. എല്ലാ ജനതകളും അവനെ ഭയപ്പെടുന്നതിന് കർത്താവ് ഇടയാക്കി. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 15. ഉടമ്പടിയുടെ പേടകം ജെറുസലേമിലേക്ക്. ദാവീദ് ജെറുസലേമിൽ തനിക്ക് വേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു. ദൈവത്തിൻ്റെ പേടകത്തിന് സ്ഥലമൊരുക്കി കൂടാരം പണിതു. ദാവീദ് ആജ്ഞാപിച്ചു, കർത്താവിൻ്റെ പേടകം വഹിക്കാനും അവിടത്തേക്ക് എന്നും ശുശ്രൂഷ ചെയ്യാനും
പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേവ്യരല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത്. സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരാൻ ദാവീദ് ഇസ്രായേലരെ ജെറുസലേമിൽ വിളിച്ചുകൂട്ടി. അഹ്റോന്റെ പുത്രന്മാരെയും ലേവ്യരെയും ദാവീദ് വിളിച്ചു. ലേവ്യ ഗോത്രത്തിൽ നിന്ന് വന്നവർ കൊഹാത്ത് കുടുംബത്തലവനായ ഊറിയേലും 120 സഹോദരന്മാരും, മെറാറി കുടുംബത്തലവനായ അസായും 220 സഹോദരന്മാരും, ഗർഷോം കുടുംബത്തലവനായ ജോയേലും 130 സഹോദരന്മാരും, എലീസാഫാൻ കുടുംബത്തലവനായ ഷെമായിയും 200 സഹോദരന്മാരും, ഹെബ്രോൺ കുടുംബത്തലവനായ എലിയേലും 80 സഹോദരന്മാരും, ഉസിയേൽ കുടുംബത്തലവനായ അമീനാദാബും 112 സഹോദരന്മാരും, പിന്നീട് സാദോക്ക്, അബിയാദർ എന്നീ പുരോഹിതന്മാരെയും ഊറിയേൽ, അസായ, ജോയേൽ, ഷെമായ, എലിയേൽ, അമിനാദാബ് എന്നീ ലേവ്യരെയും ദാവീദ് വിളിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ ലേവി ഗോത്രത്തിലെ കുടുംബത്തലവന്മാരാണല്ലോ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്ന് അതിനായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നതിന് നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുവിൻ. ആദ്യത്തെ പ്രാവശ്യം നിങ്ങളല്ല അത് വഹിച്ചത്. വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ അന്ന് ദൈവം നമ്മെ ശിക്ഷിച്ചു. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവരാൻ പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് ലേവ്യർ ദൈവത്തിൻ്റെ പേടകം അതിൻ്റെ തണ്ടുകൾ തോളിൽ വെച്ച് വഹിച്ചു. കിന്നരം, വീണ, കൈത്താളം എന്നിവ ഉപയോഗിച്ച് അത്യുച്ചത്തിൽ ആനന്ദാരവം മുഴക്കുന്നതിന് ഗായകരായി സഹോദരന്മാരെ നിയമിക്കാൻ ദാവീദ് ലേവി കുടുംബത്തലവന്മാരോട് ആജ്ഞാപിച്ചു. ജോയേലിൻ്റെ മകൻ ഹേമാൻ, അവൻ്റെ ചാർച്ചക്കാരൻ ബറാക്കിയായുടെ മകൻ ആസഫ്, മെറാറി കുടുംബത്തിലെ കുഷായയുടെ മകൻ ഏദാൻ എന്നിവരെ ലേവ്യർ നിയമിച്ചു. അവർക്ക് താഴെ അവരുടെ ചാർച്ചക്കാരായ സക്രിയ, യാസിയേൽ, ഷെമീറാമോത്ത്, യഹിയേൽ, ഉന്നി, എലിയാബ്, ബെനായ, മാസേയ, മത്തിത്തിയ, എലീഫലേഹ്, മിക്നേയ എന്നിവരെയും ഓബദ് ഏദോം, ജയിയേൽ എന്നീ ദ്വാലപാലകന്മാരെയും നിയമിച്ചു. ഗായകന്മാരായ ഹേമാൻ, ആസഫ്, ഏദാൻ എന്നിവർ പിച്ചള കൈത്താളങ്ങൾ കൊട്ടി. സക്രിയ, അസിയേൽ, ഷെമീറാമോത്ത്, യഹിയേൽ, ഉന്നി, എലിയാബ്, മാസേയ, ബെനായ എന്നിവർ അലാമോത്ത് രാഗത്തിൽ കിന്നരം വായിച്ചു. മത്തിത്തിയ, എലീഫലേഹു, മിക്നയ, ഓബദ് ഏദോം, ജയിയേൽ, അസാസിയ എന്നിവർ ഷെമിനീദ് രാഗത്തിൽ വീണ വായിച്ചു. ലേവ്യർ സംഗീതജ്ഞനായ കെനനിയ ഗായക സംഘത്തെ നയിച്ചു. അവൻ അതിൽ നിപുണനായിരുന്നു. ബറാക്കിയ, എൽക്കാന എന്നിവരായിരുന്നു പേടകത്തിൻ്റെ കാവൽക്കാർ. ഷെബാനിയ, യോസഫാത്ത്, നെതാനേൽ, അമാസിയ, സക്രിയ, ബെനായ, എലിയേസർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ പേടകത്തിന് മുൻപിൽ കാഹളം മുഴക്കി. ഓബദ് ഏദോം, യഹിയ എന്നിവരും പേടകത്തിൻ്റെ കാവൽക്കാരായിരുന്നു. ദാവീദും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം ഓബദ് ഏദോമിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ആഹ്ലാദത്തോടെ പുറപ്പെട്ടു. പേടകം വഹിച്ച ലേവ്യരെ ദൈവം സഹായിച്ചതിനാൽ അവർ 7 കാളകളെയും 7 മുട്ടാടുകളെയും ബലിയർപ്പിച്ചു. ദാവീദും പേടകം വഹിച്ചിരുന്ന ലേവ്യരും ഗായകരും ഗായക സംഘത്തിൻ്റെ നായകനുമായ കെനനിയായും നേർത്ത ചണവസ്ത്രം ധരിച്ചിരുന്നു. ദാവീദ് ചണം കൊണ്ടുള്ള എഫോദ് അണിഞ്ഞിരുന്നു. ഇസ്രായേൽ ആർപ്പുവിളിയോടും കൊമ്പ്, കുഴൽ, കൈത്താളം, കിന്നരം, വീണ എന്നിവയുടെ നാദത്തോടും കൂടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പേടകം ദാവീദിൻ്റെ നഗരത്തിലെത്തിയപ്പോൾ സാവൂളിൻ്റെ മകൾ മിഖാൽ ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കിളിവാതിലിലൂടെ കണ്ടു. അവൾ അവനെ നിന്ദിച്ചു. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 16. അവർ ദൈവത്തിൻ്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് സജ്ജമാക്കിയിരുന്ന കൂടാരത്തിൽ സ്ഥാപിച്ചു. ദൈവസന്നദ്ധയിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. അതിനുശേഷം ദാവീദ് കർത്താവിൻ്റെ നാമത്തിൽ ജനത്തെ ആശീർവദിച്ചു. ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാർക്കെല്ലാം ഓരോ അപ്പവും ഓരോ കഷ്ണം മാംസവും ഓരോ അടയും കൊടുത്തു. കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാനും കർത്താവിനെ വിളിച്ചപേക്ഷിക്കാനും അവിടത്തേക്ക് കൃതജ്ഞതയും സ്തുതിയും അർപ്പിക്കാനുമായി ദാവീദ് ലേവ്യരിൽ ചിലരെ നിയോഗിച്ചു. അവരിൽ പ്രമുഖൻ ആസഫ്.
അവന് താഴെ സക്രിയ, ജയിയേൽ, ഷെമിറാമോത്ത്, യഹിയേൽ, മത്തീത്തിയ, എലിയാബ്, ബെനായ, ഓബദ് ഏദോം, ജയിയേൽ എന്നിവരെ കിന്നരവും വീണയും വായിക്കാൻ നിയമിച്ചു. കൈത്താളമടിക്കാൻ ആസാഫിനെയും ബെനായ, യഹസിയേൽ എന്നീ പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകത്തിന് ചുറ്റും നിരന്തരം കാഹളം മുഴക്കാൻ നിയോഗിക്കപ്പെട്ടു. കർത്താവിന് സ്വസ്ത്രഗീതം ആലപിക്കാൻ ആസാഫിനെയും സഹോദരന്മാരെയും ദാവീദ് അന്ന് തന്നെ നിയമിച്ചു. സ്വസ്ത്രഗീതം. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവർത്തികൾ പ്രഘോഷിക്കുവിൻ. പാടുവിൻ, അവിടത്തേക്ക് സ്തുതി പാടുവിൻ. അവിടുത്തെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുവിൻ. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആഹ്ലാദിക്കുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആനന്ദിക്കട്ടെ. കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ. നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ സ്മരിക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങളും ന്യായവിധികളും അനുസ്മരിക്കുവിൻ. കർത്താവിൻ്റെ ദാസനായ അബ്രാഹാമിൻ്റെ സന്തതികളെ, യാക്കോബിൻ്റെ മക്കളെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ, നമ്മുടെ ദൈവമായ കർത്താവ് അവിടുന്നാണ്. അവിടുന്ന് ഭൂതലം മുഴുവൻ ഭരിക്കുന്നു. തൻ്റെ ഉടമ്പടി 1000 തലമുറകൾക്കായി അവിടുന്ന് നൽകിയ കൽപ്പന, അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി, ഇസഹാക്കിനോട് ചെയ്ത ശപഥം അവിടുന്ന് എന്നും ഓർക്കുന്നു. അതിന് യാക്കോബിനൊരു നിയമമായും ഇസ്രായേലിന് ശാശ്വതമായ ഉടമ്പടിയായും ഉറപ്പിച്ചു. കാനാൻ ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും, കർത്താവ് അരുളി ചെയ്തു. അവർ എണ്ണത്തിൽ കുറവും നിസ്സാരരും പരദേശികളുമായിരുന്നപ്പോൾ ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്കും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും അലഞ്ഞു നടന്നപ്പോൾ ആരും അവരെ പീഡിപ്പിക്കാൻ അവിടുന്ന് അനുവദിച്ചില്ല. അവർക്ക് വേണ്ടി രാജാക്കന്മാരെ അവിടുന്ന് ശാസിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ അഭിഷിക്തരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. ഭൂതലമേ, കർത്താവിനെ ഗാനമാലപിക്കുവിൻ. അവിടുത്തെ രക്ഷ അനുദിനം പ്രകീർത്തിക്കുവിൻ. രാജ്യങ്ങളോട് അവിടുത്തെ മഹത്വം പ്രഖ്യാപിക്കുവിൻ. ജനതകളോട് അവിടുത്തെ അത്ഭുതങ്ങൾ പ്രഘോഷിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനാണ്, അത്യന്തം സുസ്ഥിർഹനാണ്, സർവ്വദേവന്മാരെയുംകാൾ ആരാധ്യനുമാണ്. ജനതകളുടെ ദേവന്മാരോ വിഗ്രഹങ്ങളോ. കർത്താവ് ആകാശങ്ങളെ സൃഷ്ടിച്ചു, മഹത്വവും തേജസ്സും അവിടുത്തെ വലയം ചെയ്യുന്നു. ശക്തിയും ആനന്ദവും അവിടുത്തെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കർത്താവിൻ്റെ ശക്തിയും മഹത്വവും സകല ജനതകളും പ്രകീർത്തിക്കട്ടെ. അവിടുത്തെ നാമത്തെ യഥായോഗ്യം മഹത്വപ്പെടുത്തുവിൻ. തിരുമുൻപിൽ കാഴ്ച സമർപ്പിക്കുവിൻ. കർത്താവിൻ്റെ പരിശുദ്ധ തേജസ്സിന് മുൻപിൽ വണങ്ങുവിൻ. ഭൂതലം കർത്താവിൻ്റെ മുൻപിൽ പ്രകമ്പനം കൊള്ളട്ടെ. അവിടുന്നല്ലോ ലോകത്തെ അചഞ്ചലമായി ഉറപ്പിച്ചത്. സ്വർഗം ആനന്ദിക്കട്ടെ, ഭൂമി ആഹ്ലാദിക്കട്ടെ. കർത്താവ് വാഴുന്നു എന്ന് ജനതകളുടെ മധ്യേ അവ ഉദ്ഘോഷിക്കട്ടെ. സമുദ്രവും അതിലുള്ള സകലതും അട്ടഹസിക്കട്ടെ. ഭൂമിയും അതിലുള്ള സകലതും ആഹ്ലാദിക്കട്ടെ. വനാന്തരങ്ങളിലെ തരുനിരകൾ ആനന്ദഗീതം ആലപിക്കട്ടെ. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. കർത്താവിനെ കൃതജ്ഞതയർപ്പിക്കുവേൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ മോചിപ്പിക്കണമേ. ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ നാമത്തിന് നന്ദി പ്രകാശിപ്പിക്കട്ടെ. അങ്ങയെ സ്തുതിക്കുന്നതാണ് ഞങ്ങളുടെ അഭിമാനം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനാദി മുതൽ അനന്തത വരെ വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുവേൻ. ജനം ആമേൻ എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു. കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുൻപാകെ ദിനംതോറുമുള്ള ശുശ്രൂഷ യഥാവിധി നടത്താൻ ആസാഫിനെയും സഹോദരന്മാരെയും ദാവീദ് നിയോഗിച്ചു. അവരോടുകൂടെ ഓബദേദോമും 68 സഹോദരന്മാരുമുണ്ടായിരുന്നു. യദുദൂനിൻ്റെ മകൻ ഓബദേദോം, ഹോസ എന്നിവർ ദ്വാരപാലകന്മാരായിരുന്നു. പുരോഹിതന്മാരായ സാദോക്കും സഹോദരന്മാരും ഗിബയോനിലെ ആരാധന സ്ഥലത്ത് കർത്താവിൻ്റെ കൂടാരത്തിന് മുൻപിൽ ശുശ്രൂഷ ചെയ്തു. ഇസ്രായേലിന് കർത്താവ് നൽകിയതും നിയമഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നതുമായ കൽപ്പനകൾ അനുസരിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും മുടങ്ങാതെ ബലിപീഠത്തിന്മേൽ അവർ കർത്താവിന് ദഹനബലി അർപ്പിച്ചു. അവരോടുകൂടെ ഹേമാൻ, യദൂദൂൻ എന്നിവരും കർത്താവിൻ്റെ അനന്തകാരുണ്യം പ്രകീർത്തിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരും നിയുക്തരായി. ഹേമാനും യദൂദൂനും ആണ് ആരാധനഗീതത്തിന് കാഹളവും കൈത്താളവും മറ്റു വാദ്യോപകരണങ്ങളും വാഗ്ദാനം ചെയ്തത്.
യദൂദൂദിൻ്റെ പുത്രന്മാരെ വാതിൽ കാവൽക്കാരായി നിയോഗിച്ചു. പിന്നീട് ജനം വീടുകളിലേക്ക് മടങ്ങി. ദാവീദ് തൻ്റെ കുടുംബത്തെ ആശീർവദിക്കാൻ പോയി.